ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളികളുടെ സ്വന്തം പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ്. പരിപ്പുവട ഇഷ്ടമില്ലാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പരിപ്പുവട. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപ്പുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വടപ്പരിപ്പാണ്. ഇതിനെ പീസ് പരിപ്പ് എന്നും പറയാറുണ്ട്. കടലപ്പരിപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുതാണ് വടപ്പരിപ്പ് വരുന്നത്. പരിപ്പുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വടപ്പരിപ്പ് ഉപയോഗിക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടലപ്പരിപ്പ് വെച്ചിട്ടും തുവരപ്പരിപ്പ് വെച്ചിട്ടും ഒക്കെ നമുക്ക് പരിപ്പുവട തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പരിപ്പിനെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് വെക്കണം. 2 മണിക്കൂർ നേരം നമുക്ക് പരിപ്പിനെ ഒന്ന് കുതിർത്തിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് കരികരിപ്പായിട്ട് മിക്സിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വട പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ കരികരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളകും ഒരു വലിയ പീസ് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് മുളകൊക്കെ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി പൊടിയായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്താലാണ് നമ്മുടെ പരിപ്പുവടക്ക് നല്ല റെഡിഷ് കളറ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മുടെ പരിപ്പുവട പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഈ കുഴക്കൽ അത്യാവശ്യമാണ്. നല്ല പോലെ കുഴച്ചെടുത്താൽ മാത്രമേ ഈ ഇഞ്ചിയുടെയും ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ പരിപ്പിലേക്ക് പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പരിപ്പുവട കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ എല്ലാ മാവിനെയും നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വട ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഓരോ ബോൾസ് വീതം എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് വട ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. വടകൾ ഓരോന്നും എണ്ണയിലിട്ടതിന് ശേഷം നമുക്കിതിനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ വട ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ തീയൊന്നും കുറച്ച് വെച്ചിട്ടൊന്നും വട ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ വട നല്ലപോലെ എണ്ണ കുടിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. വട എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. മറിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡ് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബോൾസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം പരിപ്പുവട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.